ആശംസകൾ. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം എന്നാണ് അതിന് സാരം. എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതം നയിക്കുന്നൊരുവൻ നിന്നിരുന്ന മനോതലത്തിൽ നിന്നും പ്രലോഭനങ്ങൾക്ക് വിധേയനായി താഴെ പതിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് താൻ നിന്നിരുന്ന തലത്തേക്ക് ഉയരുന്ന ക്രിയയാണ് പുനരുത്ഥാനമായി വേദത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാം ഇന്ന് ആചരിക്കുന്നതായ ഈസ്റ്റർ യേശുവിൻ്റെ ജീവിതകാലത്ത് യേശുവിനുണ്ടായ അധപ്പതനത്തെയും യേശുവിൻ്റെ പുനരുത്ഥാനത്തെയും സൂചിപ്പിക്കുന്നവയാവുന്നു. ലോകത്ത് 2 മതങ്ങൾ അഥവാ 2 മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. അവയിലൊന്ന് ആധ്യാത്മികവും മറ്റൊന്ന് ഭൗതികവും ആകുന്നു. ആധ്യാത്മിക ജീവിതം മാനവനെ നിത്യജീവനിലേക്ക് ഉയർത്തുമ്പോൾ ഭൗതിക ജീവിതം മാനവനെ ജനന മരണ ദുഃഖത്തിൽ ആഴ്ത്തുകയാണുണ്ടാവുന്നത്. ആധ്യാത്മിക ജീവിതമെന്നാൽ ദൃശ്യവസ്തുക്കളെല്ലാം ത്യജിച്ച് പിതാവിനെ മാത്രം മതി എന്നാഗ്രഹിച്ച് അതിനനുസരിച്ചുള്ള ജീവിത ആചാരാനുഷ്ഠാനങ്ങളെയും ചര്യയെയുമാണ് ആധ്യാത്മിക ജീവിതമായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മരണത്തിൻ്റെ മാർഗമെന്ന് പറഞ്ഞാൽ പിതാവിനെ ത്യജിച്ച് ദൃശ്യവസ്തുക്കളിൽ ആകൃഷ്ടരായി അവയെല്ലാം തൻ്റേതാക്കി ആഹരിക്കുകയും വിഹരിക്കുകയും വിഷയിക്കുകയും രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതചര്യയാണ് മരണത്തിൻ്റെ മാർഗമായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. മരണത്തിൻ്റെ മാർഗത്തെ ത്യജിച്ച് നിത്യജീവൻ്റെ മാർഗം സ്വീകരിക്കുന്നവരിൽ പലരും പിന്നീട് അബദ്ധം പിണഞ്ഞ് അവർ ത്യജിച്ച മരണത്തിൻ്റെ മാർഗത്തെ തന്നെ പിന്നീട് സ്വീകരിച്ചു വരുന്നതായും കാണുന്നുണ്ട്. നിത്യതയുടെ ജീവിതം സ്വീകരിച്ചിട്ട് വീണ്ടും മരണത്തിൻ്റെ മാർഗത്തിലേക്ക് തന്നെ വഴുതി വീണ ഒരു വിഭാഗക്കാരെക്കുറിച്ചാണ് നാം ഇപ്പോൾ കണ്ടത്. ഇനി നിത്യതയുടെ ജീവിതം നയിച്ചിട്ട് മരണത്തിൻ്റെ പാതയിലേക്ക് തന്നെ വീണ്ടും വഴുതി വീഴുന്ന മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് വേദത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതും കൂടെ ഇവിടെ വിവരിക്കാം. ഭൗതിക ജീവിതത്തെ ത്യജിച്ച് നിത്യതയുടെ ജീവിതം സ്വീകരിച്ച് അതിൽ നിന്നുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു വരുമ്പോൾ അനുഷ്ഠാനകരിൽ അമാനുഷ്യ സിദ്ധികൾ പ്രകടമാകാറുണ്ട്. ഈ അമാനുഷ്യ സിദ്ധികളൊക്കെ സാത്താൻ്റെ കരങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ സാത്താൻ്റെ പ്രലോഭനത്താൽ ഈ സാധകരെ ഇത് നിത്യജീവനിലേക്ക് നടക്കുവാൻ ലയിക്കുവാൻ പ്രയത്നിക്കുന്ന സാധകരെ സാത്താൻ്റെ പ്രലോഭനത്തിലകപ്പെട്ട് അവരുടെ ഉള്ളിൽ പ്രകടമായ അമാനുഷ്യ ശക്തികൾ അത് അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണം എന്നവർ വ്യാമോഹിക്കാറുണ്ട്. അങ്ങനെ ചിലർ വെള്ളത്തെ വീഞ്ഞാക്കുന്നവരുണ്ട്, ജലോപരിതലത്തിലൂടെ നടന്നുപോയി പ്രകടനം കാഴ്ചവെക്കുന്നവരുണ്ട്, ക്ഷോഭിക്കുന്ന കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കി കാണിക്കുന്നവരുണ്ട്, അല്പം ഭക്ഷണം കൊണ്ട് 5000 10,000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, ആഹാരം കൊടുക്കുന്നവരുണ്ട്, രോഗികളുടെ രോഗത്തെ സ്പർശിച്ചും ഉപദേശിച്ചും സൗഖ്യപ്പെടുത്തുന്നവരുണ്ട്. ഇതെല്ലാം കണ്ട് ജനങ്ങളുടെ അഭിനന്ദനത്തിൽ പുളകിതരാകുന്ന സാധകർ എല്ലാം മറന്ന് എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വീമ്പിളക്കുന്നവരുമുണ്ട്. ഇവയെല്ലാം ഈ മേൽ പറഞ്ഞ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം സാത്താൻ്റെ കരങ്ങളിലാവുന്നു. ഇതെല്ലാം മരണത്തിൻ്റെ മാർഗങ്ങൾ തന്നെയാവും. ആധ്യാത്മിക ജീവിതം നയിച്ച യേശുവിനും അബദ്ധം പിണഞ്ഞു. യേശു മേൽ വിവരിച്ച അമാനുഷികതകളെല്ലാം ജനതയുടെ മുമ്പിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ യേശുവും മരണത്തിൻ്റെ മാർഗത്തിന് വിധേയനായി. യേശുവിൻ്റെ ജനനത്തിനു മുൻപ് തന്നെ യേശു മരണത്തിൻ്റെ പാതയിൽ പെടുമെന്ന് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. ആ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 53-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ യെശയ്യാവ് താഴെ പറയുന്ന വിധം വിവരിച്ചിരിക്കുന്നു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. അതിനാൽ അവനെ പീഡിപ്പിക്കുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണനെ ഒരു അകൃത്യയാഗമാക്കി തീർത്തിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കും എന്നുള്ളതാണ് പ്രവചനം. യെശയ്യാവ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ അർത്ഥം താഴെ വിവരിക്കാം. ആധ്യാത്മിക ജീവിതം ത്യജിച്ച് മരണത്തിൻ്റെ പാത സ്വീകരിച്ച യേശുവിനെ യഹോവ പീഡനങ്ങളിലൂടെ വീണ്ടും ആധ്യാത്മിക ജീവിതം തന്നെ നയിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം യേശുവിനെ കഠിനമായി പീഡിപ്പിച്ചു, കൊല ചെയ്തു.
അങ്ങനെ യേശുവിൻ്റെ മനപരിവർത്തനം ചെയ്യിച്ച്, യേശുവിനെ പുനരുദ്ധാനം ചെയ്യിച്ച് ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാൻ യഹോവ അനുവദിച്ചു. യേശുവിൻ്റെ ഈ പുനരുത്ഥാനത്തെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഈസ്റ്ററായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുനരുദ്ധരിച്ച യേശു ബഥാന്യയിൽ വെച്ച് തൻ്റെ അനുചരന്മാർക്ക് അന്തിമോപദേശം നൽകി സ്വർഗത്തിലേക്ക് പോയി എന്നാണ് പുതിയ നിയമപുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ കാലത്ത് ഭാരതത്തിലെ ഹിമാലയ പർവ്വതം ജനതയ്ക്ക് സ്വർഗീയ സുഖാനുഭൂതി പകർന്നു വന്നിരുന്നതിനാൽ ഹിമാലയത്തെ സ്വർഗരാജ്യമായിട്ടാണ് വിശേഷിപ്പിച്ചത്. യേശു തൻ്റെ അമാനുഷിക പ്രവർത്തനങ്ങളെല്ലാം പീഡനങ്ങളിലൂടെ ത്യജിച്ച് സ്വർഗീയ സുഖാനുഭൂതി നൽകി വന്നിരുന്ന ഹിമാലയൻ സാന്നിധ്യങ്ങളിലേക്ക് പോകുന്നതിനെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പോയി എന്ന് വിശേഷിപ്പിച്ചത്. അമാനുഷ്യ ശക്തിയിലേക്ക് ഉയർത്തുവാൻ സഹായിച്ച ഹിമാലയൻ സാന്നിധ്യങ്ങളിലേക്ക് തന്നെ അദ്ദേഹം വീണ്ടും വരികയാണ് ഉണ്ടായത്. തിരിച്ചെത്തിയ യേശു കാശ്മീരിൽ താവളമുറപ്പിച്ചു. യേശു കാശ്മീരിൽ താവളമുറപ്പിച്ചത് കണ്ടറിഞ്ഞ് ഭാരതീയ ജനത അന്വേഷിച്ചപ്പോൾ യേശു ഒരു ബദലഹേംകാരനാണെന്ന ബോധ്യമായി. അങ്ങനെ യേശുവിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുവാൻ ഭാരത ജനത യേശു വസിച്ചിരുന്ന സ്ഥലത്ത് ബദൽഹേം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുവാനുണ്ടായിട്ടുള്ളത്. അവിടെ വസിച്ച യേശു യഹോവയുടെ അനുഗ്രഹാനുസരണം ദീർഘായുസോടുകൂടി 121 വയസ്സ് വരെ അവിടെ വസിച്ച് തപസ്സാചരിച്ച് ശരീരം വെടിയുവാനുണ്ടായിട്ടുള്ളത്. അങ്ങനെ യെശയ്യാവിൻ്റെ പ്രവചനം യേശുവിൻ്റെ ജീവിതത്തിലൂടെ പൂർത്തീകരിച്ചു. ത്യാഗത്തിൻ്റെ മാർഗം മാത്രമല്ല, മറ്റ് ഏത് പദ്ധതികളെ അവലംബിക്കുന്നവർക്കും യേശുവിനുണ്ടായിരുന്നതുപോലെ നെഗറ്റീവ് എനർജിയുടെ പ്രലോഭനം നിങ്ങളിൽ ഏറ്റ് നിങ്ങളെയും വ്യതിചലിപ്പിക്കാതിരിക്കുകയില്ല. ബുദ്ധിയും ശക്തിയും യുക്തിയും യഹോവ നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുന്നതിനായി ഇതാ ഒരു ഈസ്റ്റർ ദിനാശംസ സ്വീകരിച്ചാലും.